ഒയ്യോടാ, പേച്ചു പോയോ പാറു? ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ അറിയാമല്ലോ, ചെന്നൈയിലെ ചൂട്. തമിഴ്നാട് പൊതുവേ ഈ സമയത്ത് ചൂടിൻ്റെ സമയമല്ലേ. ആ ചൂടിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും ഉണ്ട്. ചെന്നൈ നിവാസികൾക്ക് എല്ലാവർക്കും ഉണ്ട്. അല്ലാതെ സുഖമായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രാവിലെ ഞാൻ വന്ന ഉടനെ തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. അപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ പണികളെല്ലാം അങ്ങനെ കുറച്ചൊക്കെ പെൻഡിങ്ങിൽ കിടക്കുവാണ് കേട്ടോ. എൻ്റെ നെയിലിനൊരു ഇൻഫെക്ഷൻ വന്ന കാര്യം ഞാൻ ഷോർട്സിൽ ഇട്ടപ്പോൾ അതിൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ കൈ നനച്ചിട്ടുള്ള ഒരുപാട് പരിപാടികൾ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു രണ്ടാഴ്ചയോളം. അപ്പോൾ കൈ നനയ്ക്കാതെ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് അതിൻ്റേതായ കുറേ കാര്യങ്ങൾ എനിക്ക് ശ്രദ്ധിക്കണമായിരുന്നു. അപ്പോൾ കുറേ പരിപാടികളൊക്കെ പെൻഡിങ് കിടപ്പുണ്ട്. അതൊക്കെ എനിക്കൊന്ന് ഒതുക്കണം. ഇപ്പോഴും അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ കാര്യങ്ങളൊക്കെ പയ്യെ പറ്റണ പോലെയൊക്കെ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ രാവിലെ ചോറ് തിളപ്പിക്കുകയാണ് കേട്ടോ. തിളപ്പിച്ച് വാർക്കുകയാണേ. അപ്പോൾ തലേദിവസം വൈകുന്നേരമാണ് ഞാൻ ചോറ് വെച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ വെക്കില്ല. ചൂടാണെങ്കിൽ പോലും നമുക്ക് രാവിലെ തന്നെ തിളപ്പിച്ചിട്ടാൽ ഉച്ചയ്ക്കത്തേക്ക് നല്ലതായിട്ടിരിക്കും. അപ്പോൾ രാവിലെ ഞാൻ കുളിക്കാനായിട്ട് പോകുന്നതിന് മുന്നേ തന്നെ പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ട് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് സിമ്മിലിട്ടിട്ടാട്ടോ പോയത്. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും സംഭവം റെഡിയായിരുന്നു. പിന്നെ ഒരു കട്ടൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കട്ടൻ കുടിച്ചിട്ട് നമുക്ക് പരിപാടികളൊക്കെ തുടങ്ങാം. ഞാൻ രാവിലെ എനിക്ക് ചായ കുടിച്ചിട്ടേ എനിക്ക് ജോലികൾ ചെയ്യാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ ഭക്ഷണത്തിൻ്റെ കൂടെയാണ് ചായ കുടിക്കാറ്. പിന്നെ അതിന് മുന്നേ ആരെങ്കിലും ഇട്ട് തന്നാൽ കുടിക്കും. പിന്നെ അങ്ങനെ ഷൈച്ചേട്ടൻ ചിലപ്പം മുന്നേ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുടിക്കും കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആൾ പറയും എനിക്ക് അര ഗ്ലാസ് ചായ മതി, പക്ഷേ ഭക്ഷണത്തിൻ്റെ കൂടെ വേണമെന്നില്ല, അതിന് മുന്നേ തന്നാലും മതി എന്ന് പറയും. അപ്പോൾ ഞാൻ ചായ ഇട്ട് കൊടുത്തു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നാൽ ന്യൂസ് കാണും ഷൈച്ചേട്ടൻ. രാവിലെ എഴുന്നേറ്റ് വന്നാലല്ല, ആളിവിടെ ഉള്ള സമയത്താണെങ്കിൽ ടി വി ഇടയ്ക്ക് ഫുഡ് കഴിക്കുമ്പോഴോ അല്ലാത്തപ്പോഴോ ഒക്കെ ചെറുതായിട്ട് ന്യൂസാണ് ഇവിടെ വയ്ക്കുക കേട്ടോ. എൻ്റെ പ്ലാന്റിൻ്റെ കോലം കണ്ടോ? എൻ്റെ അമിതമായ വെള്ളം നന കാരണം അങ്ങനെ ആയിപ്പോയതാട്ടോ. ഈ CC പ്ലാന്റ് നല്ല ഭംഗിയല്ലേ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് പൊടിയൊക്കെ കളഞ്ഞിട്ട് വെക്കും കേട്ടോ. ഈ മുമ്പ് കാണിച്ച ആ ഇലയില്ലേ, അത് നമ്മുടെ ബാമ്പു, അപ്പോൾ ലക്കി ബാമ്പു, അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ചെടികളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇത് എല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. ഞങ്ങൾ കാറിൽ പോയി വരുമ്പോഴാണ് ഞാൻ കാര്യമായിട്ട് കൊണ്ടുവന്നിരുന്നത്. ഇപ്പോൾ ട്രെയിനിലാണ് മിക്കവാറും പോണേ. അപ്പം ഞാനൊരു ചെറിയൊരു പൊതി നമ്മുടെ ബാഗിൽ ചെടിയുടെയും കൂടെ വെക്കാറുണ്ട്. ഈ ഇരിക്കുന്ന എല്ലാ ചെടികളും നാട്ടിൽ നിന്ന് തന്നെയാണ്. വളരെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ മാത്രമേ വേറെ എവിടെന്നെങ്കിലും കിട്ടിയതുണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് പുട്ടും പഴവുമാണ്. പുട്ടും പഴം പുഴുങ്ങിയതും. ഇതൊരു ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച എന്ന് പറയുമ്പം രാവിലെ തന്നെ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയ ഉച്ചക്കലത്തേക്ക് എല്ലാം കൂടി ഉണ്ടാക്കാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും സിമ്പിളായിട്ട് ഉണ്ടാക്കും രാവിലെ. അങ്ങനെ പുട്ടും പുഴുങ്ങിയ പഴവുമാണ്. പാല് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ പഴം പുഴുങ്ങാനായിട്ട് എടുത്തു വെച്ചു. പിന്നെ പുട്ട് നനച്ച് വെച്ചു. ഇത് വാങ്ങിക്കുന്ന പുട്ടുപൊടിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഒരു 20 minutes ഒക്കെ അങ്ങനെ നനഞ്ഞിരിക്കുന്നതിന് നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് കിട്ടും. അപ്പോൾ ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിയർത്ത് പോയിട്ടാ. ഇത് അതുപോലത്തെ ചൂടാണ്. നമ്മുടെ നാട്ടിലെ ചൂടായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വേറൊരു തരം ചൂടാണ്. വിയർക്കും, എന്നാലും നാട്ടിൽ അത്രയും വിയർക്കില്ല. പക്ഷേ നല്ല ആ ഒരു ഹീറ്റ് വേവ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ എപ്പോഴും രാവിലെയൊക്കെ എന്തെങ്കിലും സിമ്പിളായിട്ട് ഒരുപാട് എരിവില്ലാതെയൊക്കെ കഴിക്കുന്നതാണ് നല്ലത്. മസാല എരിവൊക്കെ ഒഴിവാക്കാം.
പല്ലിയോ? എവിടെ? എങ്ങോട്ട് പോയി പല്ലി? ഒയ്യോടാ, പേച്ചു പോയോ പാറു? പല്ലിനെ കുഞ്ഞിന് പേടിയാണോ? വാ, എഴുന്നേക്കാം. പല്ലി പോട്ടടാ. വാ, അമ്മയുടെ കുഞ്ഞു വാ, എഴുന്നേക്കാം. വാ. പല്ലിന് ഇഷ്ടല്ലേ? എന്നാ വേണ്ട, നമുക്ക് പല്ലിനെ ഓടിക്കാം. അച്ഛൻ ഓടിച്ചു കളയാറില്ലേ പല്ലിനെ കാണുമ്പോൾ? പുറത്തേക്ക്, ജനലിൻ്റെ പുറത്തേക്ക് ഓടിച്ചു കളയാറില്ലേ? അതുപോലെ നമുക്ക് ഓടിച്ചു കളയാം കേട്ടോ. വാ, വാടാ. വാ പാറു, ബ്രഷ് ചെയ്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണ്ടേ? വാ. വാടമുത്തേ. അങ്ങനെ പാറുക്കുട്ടി എഴുന്നേറ്റ് വന്നതാണ് കേട്ടോ കണ്ടത്. പാറു അങ്ങനെ രാവിലെ പയ്യെ എഴുന്നേറ്റ് കുറച്ച് നേരം അവിടെ തന്നെ കിടന്നിട്ട് ഡോറ് തുറന്നിട്ട് ഇങ്ങ് വിളിക്കും കേട്ടോ. ഡോറിൽ നിന്ന് പുറത്ത് വരില്ല, തല പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ വിളിക്കും നമ്മളെ. അപ്പം ഞാൻ ചെന്നങ്ങടെ എടുത്ത് ഒന്ന് കൊഞ്ചിച്ചൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആൾ ഓക്കെ ആവും. അതല്ല, നമ്മളെ കണ്ടില്ല വിളിച്ചിട്ട് ആരും വരണില്ല എന്നുണ്ടെങ്കിൽ പയ്യെ പുറത്തേക്ക് വന്ന് നോക്കിയിട്ട് പോകും കേട്ടോ. അങ്ങനെ രാവിലെ ഉറക്കോടുന്ന് കഴിഞ്ഞാൽ വല്ല വാശിയോ ബഹളങ്ങളോ ഒന്നും കുഞ്ഞിലെ തൊട്ട് അവൾക്കില്ല. അപ്പോൾ അതാ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. പാറു എഴുന്നേറ്റ് ഉടനെ തന്നെ കൊടുത്താൽ അവൾക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് വിട്ടു. അപ്പോൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഷൈച്ചേട്ടൻ. അപ്പോൾ ന്യൂസ് ഇഷ്ടമല്ല പാറുവിനെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പാറു പിള്ളേർക്കെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പരിപാടികൾ കാണാനായിരിക്കുമല്ലോ താല്പര്യം. അപ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വാശി പിടിക്കും. എന്നാലും സ്ക്രീൻ ടൈം ഇപ്പോൾ പൊതുവെ മാക്സിമം നമ്മൾ കുറക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും കുറച്ച് സമയം വെച്ച് കൊടുക്കും കേട്ടോ. മൊത്തത്തിൽ അങ്ങോട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർ എന്തായാലും അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് സമയമൊക്കെ ഞാൻ വെച്ച് കൊടുക്കാറുണ്ട്. കൂടുതൽ സമയവും ഡ്രോയിങ്ങും പിന്നെ എൻ്റെ കൂടെ അടുക്കളയിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പിംഗ് പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ വെക്കേഷൻ ടൈം. ഈ മാസം മൊത്തം വെക്കേഷനാണ്. ജൂണിലാണ് ക്ലാസ് തുറക്കുക. അപ്പം ഞാനത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ ഒന്ന് തൂത്തുവാരി ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നിപ്പം സൺഡേ ആയത് കാരണം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വരണേ അക്ക ഇന്ന് വരില്ല, സൺഡേ മാത്രം വരില്ല. നേരത്തെ ഒന്നരാടാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് കൈക്ക് ബുദ്ധിമുട്ട് വന്നുകൊണ്ട് പാത്രം കഴുകാനുള്ള പ്രശ്നം കാരണം ഇപ്പം അക്ക എല്ലാ ദിവസവും വരുന്നുണ്ട്. പാത്രം കഴുകിത്തരും, ഒന്നിടവിട്ട ദിവസങ്ങളിൽ തുടച്ചിടും, ബാക്കി എല്ലാ ദിവസവും ഒന്ന് തൂത്തുവാരിയൊക്കെ തരാറുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. നമുക്ക് നാട്ടിലാവുമ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ. ഇങ്ങനെ നമുക്ക് പറ്റാത്ത ജോലികൾ അവർ ചെയ്യും, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയല്ലോ. പക്ഷേ ഇങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് നമ്മൾ താമസിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നമുക്ക് പറ്റിയ ഒരാൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ സമയത്ത് തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. അപ്പോൾ ഒക്കെ നമുക്ക് അങ്ങനെ ദിവസവും വരാൻ സമ്മതിക്കുകയും നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തു തരുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ടെൻഷനില്ല. അപ്പോൾ പുറമേയൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നണം. അങ്ങനെ പരിപാടികളൊക്കെ പയ്യെ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര സിമ്പിളാക്കിയത്, നമ്മളിന്ന് ഉച്ചയ്ക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ ബിരിയാണി ആട്ടോ ഉണ്ടാക്കണേ. തലപ്പാക്കട്ടി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ തലപ്പാക്കട്ടി ബിരിയാണി ഞാൻ ഇതിനു മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഏതോ ഒരു വ്ളോഗിൽ ചെയ്തിട്ടുണ്ടെന്ന് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇവിടെ ഷൈച്ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് തലപ്പാക്കട്ടി ബിരിയാണി. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. പുറത്തുനിന്ന് കഴിക്കുമ്പോൾ നമ്മൾ തലപ്പാക്കട്ടി പോയിട്ട് എപ്പോഴും വാങ്ങിക്കുകയും കഴിക്കാറൊക്കെ ചെയ്യുന്നത് വീഡിയോയിലൊക്കെ കണ്ടു കാണും. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അങ്ങനെ ഞാൻ ഈ ഉരുളിയിലാട്ടോ ഉണ്ടാക്കണേ. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇതുപോലെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ മസാല. അപ്പോൾ അതിൽ ഏലക്കയുണ്ട്, പട്ട, പിന്നെ ഇത് ബേ ലീഫ് എടുത്തിട്ടുണ്ട്, പട്ട, ഗ്രാമ്പൂ, പിന്നെ തക്കോലം, ജാതിപത്രി, ഇതാണ് കൽപ്പാസി കേട്ടോ. ഇവിടെ ഇതൊരു പായൽ അങ്ങനത്തെ എന്തോ വർഗ്ഗത്തിൽപ്പെട്ട ഒരു സംഭവമാണ്. അതിവിടെ മസാലയിൽ ഉപയോഗിക്കണം കേട്ടോ. പിന്നെ പെരുംജീരകവും കുറച്ച് മല്ലി, പിന്നെ പുതിനയും മല്ലിയും ഞാൻ കഴുകി നന്നായിട്ട് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ വാങ്ങിച്ച ഇതാണ് കേട്ടോ. അത് കാരണം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ജീരകശാല അരിയുണ്ട്.
അപ്പോൾ ചിക്കൻ ഇന്നലെ വാങ്ങിച്ചതാണ് കേട്ടോ, ഞാൻ ഫ്രഷ് ടു ഹോമിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ ഇട്ടേക്കുവാണ്. ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് അത് എടുക്കാൻ മറന്നുപോയി രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ. അപ്പോൾ പിന്നെ ഞാൻ ഇത്തിരി വെള്ളത്തിൽ ഇട്ടേക്കുവാണ്. അപ്പം ഞാൻ എന്നാൽ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പം വെളിച്ചെണ്ണയിൽ ബിരിയാണി ചെയ്താൽ അത്ര സുഖം ഉണ്ടാവില്ല. പിന്നെ നമ്മളെപ്പോഴും ഈ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കണത്, അല്ലാതെ അല്ലെങ്കിൽ നെയ്യ്. അപ്പോൾ ഇന്നിപ്പോൾ റൈസ് ബ്രാൻ ഓയിൽ ആ ബോട്ടിലിൽ അതിൻ്റെ ഏറ്റവും താഴെ മൂട്ടിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്നാൽ അത് മതി, കുറച്ച് അതിൻ്റെ കുറച്ച് നെയ്യും കൂടെ ഇടുമല്ലോ ബിരിയാണിയിൽ, എന്നാൽ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുവാണ്. അത് ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ച ആ ഉള്ളിയെല്ലാം ഞാൻ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇടുന്നത്. അതൊന്ന് പയ്യെ ഒന്ന് വാടി വരുമ്പോഴേക്കും ഈ പൊടിയും കൂടെ നമ്മൾ മസാല എടുത്ത് വെച്ചില്ലേ, അത് മൊത്തമായിട്ട് ഞാൻ ഇട്ടു കേട്ടോ. ഞാൻ ഇതിന് വേണ്ടി മാത്രമാണ് ഏകദേശം ഇട്ടത്. അപ്പം ഞാൻ നോക്കിയപ്പം നെയ്യ് ഇത്തിരി ഒഴിച്ച് കൊടുക്കണം, ഓയിൽ ഇത്തിരി ഒഴിച്ച് കൊടുക്കണം. അപ്പം ഞാനെന്നാൽ വിചാരിച്ച് ഇത്തിരി നെയ്യ് തന്നെ ഒഴിച്ച് കൊടുക്കാമെന്ന്. ഈ നെയ്യ് നമ്മളിവിടെ വാങ്ങിക്കുന്ന നെയ്യ് അല്ല, പാല് വാങ്ങിക്കുന്നിടത്തു നിന്ന് വാങ്ങിക്കുന്ന കേട്ടോ. പാല് നമുക്ക് നാടൻ പാല് കൊണ്ടുവന്ന് തരുന്നത് അവർ തന്നെ ചെയ്യുന്ന നെയ്യാണേ. നല്ല നെയ്യായിട്ട് എനിക്ക് വാങ്ങിക്കുന്ന നെയ്യ് കമ്പയർ ചെയ്യുമ്പോൾ നല്ല നെയ്യായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെയാണ് വാങ്ങിക്കണേ. ഇതൊരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ അതിന് അവർ വാങ്ങിക്കുന്ന 500 രൂപ കേട്ടോ. വലിയൊരു കൂടുതലായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ഭയങ്കര പൈസ കേട്ടോ. ഈ ഒരു ബോട്ടിലിന് തന്നെ 800, 850, 900 രൂപ വരെയൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ചിക്കനും കൂടെ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഒന്ന് മസാല ഒന്ന് പിടിച്ച് വരുമല്ലോ, ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട്, എന്നിട്ടാണ് ഞാൻ ഒഴിച്ചത്. അപ്പോൾ അതാ ഈ പരുവത്തിലാട്ടോ കിട്ടിയിരിക്കണേ. ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്ളോഗ് ഞാൻ ഇടാം കേട്ടോ. അതായത് ഈ ബിരിയാണി ഉണ്ടാക്കുന്ന ആ റെസിപ്പി വീഡിയോ, കുക്കിംഗ് വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കിയാൽ മതി. നല്ല ടേസ്റ്റി ബിരിയാണി കേട്ടോ. മലയാളികൾക്ക് പൊതുവേ ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഭയങ്കര വലിയ പണിയൊന്നുമില്ല ഇതിന്. നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന ആ ഒരു ഇതിൽ തന്നെ ഉണ്ടാക്കാം. വലിയ കോംപ്ലിക്കേഷൻസ് ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അങ്ങനെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ആ മെഷർമെൻ്റൊക്കെ ഒന്ന് എടുത്താൽ മതി. പിന്നെ ജീരകശാല അരി ഇട്ടു. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണമല്ലോ. അപ്പം ഞാനിവിടെ അരി ഗ്ലാസ്സിൽ അളന്ന് 3 ഗ്ലാസ്സായി ഒഴിച്ചത്. അപ്പോൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഗ്രേവി ഞാനൊരു ഇത്തിരി എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ആദ്യമേ ഉള്ള ആ തിക്ക് ഗ്രേവി എന്ന് വെച്ചാൽ നമുക്ക് ഒരു സാലന മാതിരി ഇവർ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിന് ആ ഒരു ഗ്രേവി കുറച്ച് മാറ്റി വെച്ച് ആ ഗ്രേവി കൂട്ടി കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അരി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം അരി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തായിരുന്നു. ഏകദേശം ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അരി ഒരു 70% വേവായിട്ടുള്ളൂ. ആ 30% വേവ് നമ്മൾ ദമ്മിടുമ്പോൾ അങ്ങനെ ഇരുന്ന് ആയിക്കോളും. അപ്പം ഞാനൊരു 6-7 മിനിറ്റ് ദമ്മിടാൻ പോവാണ് കേട്ടോ. അങ്ങനെ കുറച്ച് പുതിനയും ഒക്കെ മുകളിലൊന്ന് തൂവി. അപ്പോൾ അത്യാവശ്യം പുതിനയിലേക്ക് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നാലും ഇതിന് ഈ ഒരു ബിരിയാണിക്ക് മല്ലി ഇടുന്നുണ്ട്, അതിനേക്കാളും കൂടുതൽ പുതിനയുടെ ഫ്ലേവറാണ് കേട്ടോ. പക്ഷേ നമ്മൾ അങ്ങനെ പുതിനയുടെ കുത്തലോ അങ്ങനെ ഒന്നും തോന്നില്ല. മൊത്തത്തിൽ നമുക്ക് ബിരിയാണിയിൽ നിന്ന് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മളെല്ലാം മിക്സ് ചെയ്ത് അരച്ചൊക്കെ ചേർക്കുന്നതുകൊണ്ട്. അപ്പം ഞാൻ ഒരിത്തിരി നെയ്യും കൂടെ മുകളിലോട്ടൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ടിരിക്കുമല്ലോ. എന്നിട്ട് നമ്മൾ ദമ്മിടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് എന്തെങ്കിലും എടുത്ത് വയ്ക്കുക. ഒന്നല്ലെങ്കിൽ വെള്ളം എടുത്തിട്ടൊരു പാത്രം വയ്ക്കുക, അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ചതയ്ക്കുന്ന ഈ കല്ലുണ്ടല്ലോ, ആ കല്ലെടുത്ത് വയ്ക്കുക. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ സിമ്മിലിട്ടിരുന്ന് ഓഫാക്കി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് തുറക്കണേ. അപ്പോൾ അത്യാവശ്യം ദമ്മായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല ഉതിരായിട്ട് ഇങ്ങനെ റൈസ് കിട്ടണമെങ്കിൽ ആ കറക്റ്റ് വെള്ളത്തിൻ്റെ പാകം നോക്കണം കേട്ടോ. ഇതിപ്പോൾ ചിക്കൻ ഒരു 70% വെന്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ റൈസ് ഇട്ടത്. അപ്പോഴാണ് നമുക്ക് നല്ല, അതായത് രണ്ടും നല്ല ടെക്സ്ചറായിട്ട് കിട്ടുക. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെ തൊടുമ്പോഴേക്കും പൊടിഞ്ഞു പോകുന്ന ആ ഒരു, നമ്മൾ ബിരിയാണി വാങ്ങിക്കുമ്പോൾ കിട്ടില്ലേ, ആ ഒരു ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. റൈസും നല്ല കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിതിനു മുമ്പ് ഉണ്ടാക്കിയ പാത്രം എനിക്ക് അത്ര ഒരു സുഖം തോന്നിയില്ല. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം, അടി കട്ടിയുണ്ടെങ്കിൽ പോലും ഈ ഉരുളിയിൽ ഉണ്ടാക്കിയ പെർഫെക്ഷൻ എനിക്ക് അന്ന് തോന്നിയില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഉരുളിയിൽ ഒട്ടും അടി പിടിക്കില്ല ഇത്, അതൊരു ഇതാണ്. പിന്നെ എനിക്ക് അത്രയും നമുക്കിങ്ങനെ ഒരു വിസ്താരം ഉള്ളത് കൊണ്ട് നമുക്ക് ഇളക്കാനും ഒക്കെ നല്ലൊരു സൗകര്യമായിട്ട് എനിക്ക് തോന്നി.
അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഉരുളിയിൽ ഉണ്ടാക്കിയത്. ഈ തവണ നാട്ടിൽ പോയപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ട്രെയിനാണ് വന്നെങ്കിലും ഞാൻ ബാഗിൻ്റെ ഉള്ളിൽ ട്രോളിയുടെ ഉള്ളിൽ ഡ്രസ്സിൻ്റെയൊക്കെ ഇടയിൽ വെച്ചിരുന്നു. അത് കാരണം സുഖമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി, ഇനി കഴിച്ചാൽ മതി. അങ്ങനെ ഞാൻ എന്താ ഈ ബിരിയാണിയുടെ ഉരുളി അങ്ങനെ തന്നെ ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. ഇവിടെ ഷൈച്ചേട്ടനും പാറുവിനും ഒക്കെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഒരു ബിരിയാണി ഫാനാണ് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്ക് വീട്ടിൽ ബിരിയാണി ചെയ്യുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നാട്ടിലെ ബിരിയാണി ഉണ്ടല്ലോ, മലബാർ ബിരിയാണി, ആ ഒരു ബിരിയാണി ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അധികം മസാല അതായത് പൊടികളൊന്നും ഞാൻ ചേർക്കാതെ ആ ചെറിയൊരു മസാലയുടെ ഫ്ലേവറിൽ നല്ലൊരു ഫ്ലേവറായിരിക്കും മൊത്തത്തിൽ അങ്ങ് വരുമ്പം. മല്ലിയിലയും പുതിനയിലയും കുറച്ച് തക്കാളിയൊക്കെ ചേർക്കുമ്പം ആ ബിരിയാണി ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ബിരിയാണി. അപ്പോൾ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടം ആ ബിരിയാണി തന്നെയാണ്. ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി അല്ല, സാധാരണ നമ്മുടെ മലബാർ ബിരിയാണി ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ബിരിയാണി വരുള്ളൂ, തലപ്പാക്കട്ടി ബിരിയാണി. തലപ്പാക്കട്ടി ബിരിയാണി ശരിക്കും മൊത്തത്തിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങനെ ഫുൾ ബിരിയാണിയിൽ നിൽക്കുമല്ലോ. നമ്മുടെ ആ ബിരിയാണിയായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ബിരിയാണിയാണ്. പക്ഷേ ബിരിയാണി ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞാൻ സെർവ് ചെയ്യാനായിട്ട് ഈ പാത്രമാണ് എപ്പോഴും എടുക്കാറ്. അങ്ങനെ ഈ പാത്രത്തിലേക്ക് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പയ്യെ ഒന്നിങ്ങനെ അമർത്തി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്ലേറ്റിലേക്ക് ഇടുമ്പോഴേക്കും നമ്മൾ വിളമ്പിയ പോലെ ആയിപ്പോവും. ആ ഷേപ്പ് ഒന്നും കിട്ടില്ല കേട്ടോ. അത് കാരണം ഞാൻ പയ്യെ ഒന്ന് അമർത്തിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സെർവ് ചെയ്തു. അപ്പോൾ നമ്മുടെ സൂപ്പർ ബിരിയാണി റെഡി. ഇനി ചെറിയൊരു കലാപരിപാടി എന്നോണം ഞാൻ ഇത്തിരി മല്ലിയും പുതിനയൊക്കെ മുകളിൽ തൂവുന്നുണ്ട്. പിന്നെ കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതും, പിന്നെ പപ്പടവും ഇതും, പിന്നെ അച്ചാറും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ സാധാരണ അച്ചാർ ബിരിയാണിയുടെ കൂടെ ഒന്നും കിട്ടില്ല. തമിഴ്നാട്ടിലൊന്നും അച്ചാറിൻ്റെ പരിപാടിയില്ല. അവിടെ ഒരു സാലഡേ ഉണ്ടാവും. ചിലപ്പോൾ കത്രിക്ക വെച്ചിട്ടുള്ള ആ ഒരു ഇതായിരിക്കും, അതല്ലെങ്കിൽ വേറൊരു ഗ്രേവി ആയിരിക്കും ബിരിയാണിയുടെ ഒപ്പം. ഞാനിപ്പോൾ ബിരിയാണിയുടെ ഗ്രേവി ഇത്തിരി എടുത്ത് മാറ്റിയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കൂട്ടിയാട്ടോ ഞങ്ങൾ കഴിക്കണേ. പപ്പടവും ഇതും ഒക്കെ ആയിട്ട്. ആ ഗ്രേവി ശരിക്കും ഞാൻ കാണിക്കാൻ മറന്നുപോയി. ആ ഗ്രേവി ഒരിത്തിരി എടുത്ത് ഗ്രേവി മാറ്റിയെന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയപ്പം നല്ലതായിട്ട് ഇരുണ്ട് കൂടിയുണ്ട് കേട്ടോ. ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു കുറച്ച് നേരം. AC ഒക്കെ ഇട്ട് ഇങ്ങനെ റൂമിലിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഈ പുറത്തുള്ള മാറ്റങ്ങളൊന്നും അത്ര പെട്ടെന്ന് അറിഞ്ഞില്ല. ഷൈച്ചേട്ടനൊന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് അമ്മ ഇതെന്താ മഴ പെയ്യാൻ പോവാണോ എന്ന് നോക്കിയത്. അപ്പോൾ ഇരുണ്ട് കൂടി ഇങ്ങനെ നിൽക്കാം കേട്ടോ ആകാശമൊക്കെ. അപ്പോൾ ആ ഇരുണ്ട് കൂടി നിൽക്കുന്നത് മഴ പെയ്യാനായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടി വന്ന് വീഡിയോ എടുത്താൽ കേട്ടോ. കാരണം ഷൈച്ചേട്ടൻ പറഞ്ഞു ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ മഴ പെയ്യുന്നൊരു ഉറപ്പൊന്നുമില്ല നമ്മുടെ അവിടുത്തെ പോലെ, ചിലപ്പോൾ കാറ്റ് വീശി പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് നടന്നില്ല കേട്ടോ. എന്തായാലും മഴ പെയ്യുമെന്ന് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ മഴ പെയ്തു. ശരിക്കും ഈ ഇത്രയും ചൂടിൽ നിൽക്കുമ്പോൾ ഒരു മഴ പെയ്യുമ്പോഴല്ലോ നമ്മളിങ്ങനെ ദാഹിച്ച് വലിഞ്ഞ് വരുമ്പോൾ ഒരു തെളിനീരുറവ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അതുപോലെ കേട്ടോ. ഭയങ്കര മഴയൊന്നും കിട്ടിയില്ല, അത്യാവശ്യം ഒന്ന് തണുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം മഴ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ കാറ്റും ഇതൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ മഴ കാണാൻ വന്ന് നിൽക്കുവാണേ. ചെന്നൈയിൽ വന്നതിന് ശേഷം ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. നാട്ടിലുണ്ടായിരുന്നപ്പോൾ മഴയുടെ വില അത്ര അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് മഴ പെയ്യുമ്പോൾ. ഒരു പ്രത്യേക മനസ്സിനൊരു കുളിരായിരിക്കുള്ളൂ. അങ്ങനെ ഞാൻ മഴ നനയാനായിട്ട് പറ്റാത്തതുകൊണ്ട് കൈയെങ്കിലും നനക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പാറുക്കുട്ടിയും ഷൈച്ചേട്ടനും അകത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് കൈയൊക്കെ നനച്ച് ഞാൻ എൻ്റെ ആഗ്രഹം തീർക്കുകയാണ്. നല്ല രസമല്ലേ, ഞാൻ കുട്ടിക്കാലത്തും ഇതുപോലെ ചെയ്തത് എനിക്കിപ്പോൾ ഓർമ്മ വന്നു കേട്ടോ. തറവാട്ടിലായിരുന്നപ്പം ഞാനിങ്ങനെ എപ്പോഴും ചെയ്യുമായിരുന്നു. മഴയത്തേക്ക് വീഴാതിരിക്കാനായിട്ട് ഭിത്തിയിൽ പിടിച്ചിട്ട് ഞാൻ എപ്പോഴും ചെയ്യുമായിരുന്നു ഇങ്ങനെ. എൻ്റെ അനിയത്തി ഉണ്ടാവും കൂടെ. അപ്പോൾ കുറേ ഓർമ്മകളൊക്കെയാണ് എനിക്കിപ്പോൾ ഓടി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗ് തീരാറായി. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്. പുതിയ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.